അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ദിക്റായിട്ടും സ്വലാത്തായിട്ടും അതുപോലെ ഓരോ ദുആകൾ ഖുർആൻ പാരായണം ചെയ്തൊക്കെ അള്ളാഹുവിനോട് നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹിനോട് മനസ്സിൽ തട്ടി ദുആ ചെയ്യുന്നത് ആ ദുആ അള്ളാഹു തട്ടിക്കളയില്ല എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു സമയം പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ആ ഒരു സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തീർത്തതിന് ശേഷം അതിനായിട്ട് നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് ഭക്ഷണങ്ങളൊക്കെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് കുറച്ച് ദിക്റായിട്ടോ കുറച്ച് സ്വലാത്തായിട്ടോ ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹു തട്ടിക്കളയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ ഇസ്മി ചൊല്ലേണ്ടത് മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ്. അപ്പോൾ മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ചൊരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ചൊല്ലേണ്ട ഇസ്മാണ്. നമ്മുടെയൊക്കെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവില്ലേ, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നടന്ന് കിട്ടാൻ എന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മ 129 തവണ ചൊല്ലുക. ഈ ഒരു ഇസ്മിനെ കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ മഗ്‌രിബിൻ്റെ ഒരു സമയത്ത് ചൊല്ലാൻ പറഞ്ഞത് ആ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്. നമ്മൾ എന്ത് അമലാണോ അള്ളാഹുവിലേക്ക് ചെയ്യുന്നത് ആ ഒരു അമൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടൈമാണ് ആ മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ടൈം. പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റമളാൻ മാസവുമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. എന്നോട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട്, അവരുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദിക്റോ സ്വലാത്തോ ഒന്ന് പറഞ്ഞു തരുമോ, റമളാൻ മാസമൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റോ സ്വലാത്തോ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ, എത്ര തന്നെയാണെങ്കിൽ അത് ഞാൻ ചൊല്ലി തീർക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു ദിക്ർ ഏതാണെന്ന് അറിയില്ലേ, മറന്നു പോവണ്ട, ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് 129 തവണ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ദിക്ർ ഇസ്മ ചൊല്ലി തീർക്കുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഇത് ചൊല്ലി തീർക്കാൻ കുറഞ്ഞ ടൈം മതി. പെട്ടെന്ന് നമുക്കിത് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആരും മറന്നു പോകണ്ട. അപ്പോൾ ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊരാഗ്രഹമാണ് ഉള്ളത്, എന്തെങ്കിലും ആവശ്യങ്ങളോ അങ്ങനെയൊക്കെയല്ലേ, നമുക്കൊരു കാര്യമുണ്ട് മനസ്സിൽ, ആ കാര്യം ഒന്ന് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല, ജോലി ഒന്ന് റെഡിയായി കിട്ടാൻ, അങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങളും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ഇസ്മ ആ ഒരു ടൈമിൽ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് വിഷമത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കടം കൊണ്ട് പ്രയാസം, മാനസികമായിട്ടുള്ള ഓരോ വിഷമങ്ങൾ, അങ്ങനെ കുടുംബപരമായിട്ടുള്ള ഓരോ ടെൻഷനുകൾ, അങ്ങനെയൊക്കെയുള്ള പലവിധ വിഷമത്തിലൂടെയാണ്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കാറുമുണ്ട് ഓരോ കാര്യത്തിന്, ഇന്ന കാര്യത്തിന് ഏത് ദിക്റായിത്താ ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട റമളാൻ മാസവും കൂടിയാണ്. നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ആ മഗ്‌രിബ് നോമ്പ് തുറന്നതിൻ്റെ ശേഷമായിട്ട് മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്
ആദ്യം തന്നെ നിങ്ങൾ ആരും മറന്നു പോവരുത് മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതാൻ. അത് എല്ലാ ദിവസവും എത്ര തിരക്കുള്ള ദിവസമാണെങ്കിൽ പോലും ഈ യാസീൻ ഓതാൻ ആരും മറന്നു പോകരുത്. മുത്ത് റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തന്നതാണ് ഓതേണ്ട രൂപമൊക്കെ. ആദ്യം തന്നെ ഫാത്തിഹ വിളിക്കുക. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ വിളിക്കുക. ആ ഫാത്തിഹ വിളിച്ചതിൻ്റെ ശേഷമായിട്ട് ഔദും ബിസ്മി ഓതിയിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ ചൊല്ലാറും ഓതാറുമുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 100 സ്വലാത്തെങ്കിലും ഇബ്രാഹിമിയ സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിഹയോ നാരിയത്ത് സ്വലാത്തോ ഏത് സ്വലാത്തും, ഇനിയിപ്പം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത്, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തില്ലേ ആ ഒരു സ്വലാത്ത് ഒരു 100 എണ്ണം ചെല്ലുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ മരണം വരെ ഞാൻ നിലനിർത്തും. നിത്യേനയായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതാത്ത ഒരു ദിവസം എന്നിൽ ഉണ്ടാവുകയില്ല എന്ന്. ഇത് ഇങ്ങനെ നമ്മൾ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ നിലനിർത്തി പോന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാൻ കഴിയും. പ്രയാസമുള്ളത് പ്രയാസമൊക്കെ മാറി അവിടെ സന്തോഷവും സമാധാനവും അല്ലാഹ് ആക്കി തരും. കടങ്ങൾ ഒരു കോടി കണക്കിന് കടമുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ കടം വീട്ടുക? എന്തുകൊണ്ടാണ്? ഒരു രൂപ പോലും കയ്യിലില്ല. ചിലവിന് പോലും ഒരു രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ്. പിന്നെ എന്തെടുത്തിട്ടാണ് ഈ കടങ്ങളൊക്കെ ഞങ്ങൾ വീട്ടുക എന്നുള്ള ടെൻഷനിലാണ് നിങ്ങൾ എങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ മാസങ്ങൾ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലാഹ് എങ്ങനെയാണ് നമുക്ക് ഉത്തരം തരുന്നത് എന്ന്. ചിലർക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കും. അത്രക്കും മനസ്സിൽ നല്ലൊരു വിശ്വാസമൊക്കെ വെച്ചിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലൊക്കെ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചിട്ടൊക്കെ സ്വലാത്ത് ചെല്ലുക, യാസീൻ ഓതുക, ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലാക്കി തരും. അപ്പോൾ ഇതുപോലെ മരണം വരെയായിട്ട്, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇന്ന് മാത്രം നിങ്ങളൊരു 3 യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതിയിട്ട് നാളെ എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയാനല്ല പറഞ്ഞത്. അത് മുറുകെ പിടിക്കുക. അള്ളാഹുവിനും അങ്ങനെയുള്ള ഇബാദത്തിനോടാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്, ദിവസങ്ങളോളം ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് ദിവസം സ്വലാത്തും ഒരു ലക്ഷക്കണക്കിന് സ്വലാത്ത് ഒരു ദിവസം ചൊല്ലി ഒരുപാട് ദിക്റുകളും ചൊല്ലി പിന്നെ ഒരു ദിക്റുമില്ല ഒരു സ്വലാത്തുമില്ല, അങ്ങനെയല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, റമളാൻ മാസമാണ്. അതുകൊണ്ട് വെറുതെ ഒരു മിനിറ്റ് പോലും സമയം കളയാതെ ആ കിട്ടുന്ന ടൈമിൽ സ്വലാത്തായിട്ടോ ദിക്റുകളായിട്ടോ തസ്ബീഹുകളായിട്ടോ ഖുർആൻ പാരായണം ചെയ്തിട്ടോ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നിട്ട് അള്ളാഹിനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹു കേൾക്കും. അതുപോലെ തന്നെ ദുആ നിസ്കരിക്കുക. തഹജ്ജുദ് നിർബന്ധമായിട്ട് നിസ്കരിക്കട്ടോ. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. ആ നേരമൊക്കെ നിസ്കരിച്ച് അള്ളാഹിനോട് കൈകൾ ഉയർത്തിയാൽ ആ കൈ അള്ളാഹ്ക്ക് തട്ടാൻ കഴിയുകയില്ല. ആ ദുആക്ക് ഉത്തരം കിട്ടും. അത്ഭുതമാണ്. റമളാൻ മാസമല്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ദുആ ഉണ്ടല്ലോ, ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ. നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ കാര്യം അല്ലാഹു റാഹത്തിലാക്കി തരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ചിലർ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നും, ഞാൻ ഒരുപാട് അള്ളാഹിനോട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് എൻ്റെ കാര്യം ഞാൻ ദുആ ചെയ്യാറുണ്ടല്ലോ, എനിക്ക് ഇതുവരെയായിട്ടൊരു ഫലവും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം ഉത്തരം കിട്ടാത്തത്. ഞാൻ തഹജ്ജുദിന് ആ സമയത്തുള്ള ആ ദുആക്ക് പെട്ടെന്ന് ഫലം കിട്ടും. എന്താ പറയുക, തീ പടരും പോലെ എന്ന് പറയാം. തീ അങ്ങനെയല്ലേ, കുറഞ്ഞൊരു തീയാണെങ്കിൽ ഇത് ആളിക്കത്തുന്നത് നമ്മൾ വിചാരിക്കാതെ ആയിരിക്കും. അങ്ങനെ ഒരു രൂപത്തിലായിട്ട് ഫലം കിട്ടും ആ തഹജ്ജുദിൻ്റെ ശേഷമുള്ള ദുആ. പ്രത്യേകിച്ച് ഇപ്പം റമളാൻ മാസമാണ്. എന്നോട് നിങ്ങളെപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നവരില്ലേ, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരു 3 മണി 3:30 ആവുന്ന സമയത്ത് എണീക്കുക. ഏതായാലും നമുക്ക് അത്താഴത്തിന് ഭക്ഷണം റെഡിയാക്കാനൊക്കെ നമ്മൾ ആദ്യം എണീറ്റ് പോരും അല്ലേ. അപ്പം
വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞൊന്ന് ദുആ ചെയ്ത് നോക്കി. ആ വിളി കേൾക്കും, അള്ളാഹു കേൾക്കും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടെ. വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതൽ നിർബന്ധമായിട്ടും നമ്മളത് ഒരിക്കലും പാഴാക്കരുത്. ഒരു ദിവസം പോലും നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല, സ്വലാത്ത് ചെല്ലാലോ. ആ ഒരു ടൈമിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക. യാസീൻ ഓതാൻ പറ്റില്ല, ആ ഒരു ടൈമിൽ നമുക്ക് സ്വലാത്ത് എത്രത്തോളം ചെല്ലാൻ പറ്റും അത്രത്തോളം നമുക്ക് ചൊല്ലിക്കൂട്ടാം. അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേര് സ്വലാത്ത് ചെല്ലുക. ഓരോ ദിവസവും ഒരു ദിവസം ഒരു 100 എണ്ണം പോട്ടെ, ഒരു 33 എണ്ണം, അതാണ് നിങ്ങൾക്ക് കഴിയുക. അല്ലാതെ 100 എണ്ണമൊന്നും എനിക്ക് ചൊല്ലി തീർക്കാൻ കഴിയില്ല എങ്കിൽ കഴിയണ്ട. നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം 11 ആണെങ്കിൽ ആ 11 നിങ്ങൾ ദിവസവും ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലണം. അല്ലാതെ ഒരു 2-3 ദിവസം ചൊല്ലിയിട്ട് പിന്നെ ദിക്റും സ്വലാത്തും ഇല്ല, ആ ഒരു രൂപമല്ല പറയുന്നത്. ഇതുപോലെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു റാഹത്തിലാക്കി തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുക ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കും, എപ്പോഴാണെന്നറിയില്ല. ഞാനിതൊക്കെ രാവിലെ പുലർച്ചക്കാണ് നിങ്ങളോട് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിലായിട്ട് ഞാൻ അപ്ലോഡ് ആക്കാറാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക. അല്ലാതെ വേണ്ടാത്ത ഒരു കാര്യവും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. പകർത്തിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്, അതായത് ബാങ്കിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മാണ്. ഈ ഒരു ഇസ്മ എപ്പോൾ ചൊല്ലിയാലും ഉത്തരം കിട്ടുന്ന ഇസ്മാണ്. ഇപ്പോൾ റമളാൻ മാസം നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു സമയം വല്ലാത്തൊരു പ്രത്യേകതയുള്ളൊരു സമയമാണ്. അപ്പം എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരും കാണാത്തൊരു സ്ഥലത്ത്, അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വാതിലൊക്കെ അടച്ചിട്ടിരുന്ന് ഏകാന്തമായിട്ട് അള്ളാൻ്റെ നാമമാണിത്, യാ ലത്തീഫ് യാ അല്ലാഹ്. അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചൊല്ലുക. വെറും 129 തവണ ഇത് ചൊല്ലി തീരുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അപ്പം ആത്മാർത്ഥമായിട്ട് ഓതുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രത്യേകമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എന്നോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. നമുക്കറിയില്ല ആരെ ദുആ ആണ് അല്ലാഹ് സ്വീകരിക്കുക എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ളുഹർ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യും, അസറിൻ്റെ ശേഷം ദുആ ചെയ്യും, മഗ്‌രിബിൻ്റെ ശേഷം ദുആ ചെയ്യും, അല്ലേ, ഇശാഇൻ്റെ ശേഷം, സുബഹിൻ്റെ ശേഷം, തഹജ്ജുദിൻ്റെ ശേഷം. ആ ദുആയിലൊക്കെ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ. അത് മാത്രം മതി എനിക്ക്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. ദുനിയാവും ആഖിറവും നമ്മുടെയൊക്കെ രക്ഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്, നമ്മളൊക്കെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ടല്ലേ, അവരൊക്കെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് വിശാലത നൽകട്ടെ, കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദുആ വസിയത്തോടെ എല്ലാവരോടുമാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് ഞാൻ കാണാറുമുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ പേര് പറയാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതൊരുപാട് വീഡിയോ ലെങ്തായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും മനസ്സിൽ വെച്ച് അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കാൻ അള്ളാഹിനോട് ഞാൻ പറയാറുണ്ട്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.